ഹായ് ഗായ്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോകുന്നത് ദെയ്ത് ഫാം ഹൗസിലേക്കാണ്. അവിടെ ചെറിയൊരു ഫാം ഹൗസാണ്. അവിടെ നമുക്ക് റിട്രീറ്റിന് വേണ്ടിയുള്ള കേന്ദ്രമാണ്. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, നല്ല വൈബായിരുന്നു. ഏകദേശം ഞങ്ങൾ കുറേ ഫാമിലീസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് പോയത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ ദെയ്ത് ഫാം ഹൗസ്. ഇവിടെ പിള്ളേർക്ക് പ്ലേ ഗാർഡൻസ്, പാർക്കിങ്ങിനുള്ള സൗകര്യം, എല്ലാവിധമായ നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു ഫാം ഹൗസാണ്. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. കുറച്ച് കപ്പിൾസ്, കുഞ്ഞുങ്ങൾ, ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാവയാണ് ബോളെടുത്ത് കളിക്കുന്നത്. ഇതാണ് നമ്മുടെ ടൂറിലേക്ക് പങ്കെടുക്കാൻ വന്ന ഫാമിലി മെമ്പേഴ്സും കപ്പിൾസും എല്ലാം. സാധാരണഗതിയിൽ ട്രിപ്പ് പോകാനുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം ഇവിടെ UAEയിലുള്ളത്. തണുപ്പിൻ്റെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തണുപ്പ് സമയത്താണ് മിക്കവാറും ഇവിടെ എല്ലാവരും ട്രിപ്പിനും കാര്യങ്ങൾക്കും എല്ലാം പോകുന്നത്. ചൂട് സമയത്ത് നമുക്ക് ട്രിപ്പിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചൂടിലേക്ക് മാറുന്നതിന് മുമ്പാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫാമിൽ കൃഷിയിടങ്ങളുണ്ട്, ഗോട്ട്സിനെ വളർത്തുന്നുണ്ട്. ഇത് വീറ്റാണ് ഇവിടെ ഇട്ടേക്കണത്. ഇതിൻ്റെ ഈ പറഞ്ഞേക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്ത് ഗോട്ട്സാണ്, ചെറിയ ആട്ടുംകുട്ടികൾ വളർത്തുന്നുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല വൈറ്റിഷ് വിച്ച് റിസംബിൾസ് പീസ്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്. പിന്നെ ഈ പ്ലേസിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്, ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്. ഈ കോഴികളെയൊക്കെ കാണുമ്പോൾ നമ്മളെ നാടിനെയൊക്കെ ഓർമ്മ വരും. നല്ല രസമുണ്ടല്ലേ. കുറച്ച് അപ്പുറത്തോട്ട് മാറി കഴിയുമ്പോൾ അവിടെ വെജിറ്റബിൾ ഫാമാണ്. അവിടെ നമുക്ക് കാണാം, അവിടെ പനയോലകളും ടൊമാറ്റോ കൃഷിയും. പിന്നെ ഇവിടെ എന്തോ നമ്മുടെ വേറൊരു ടൈപ്പ് വെജിറ്റബിളാണ് അവിടെ പാകിയിരിക്കുന്നത്. അത് വളരുന്നത് മാത്രമേ ഉള്ളതെന്നാണ് ഒന്നും കാണുന്നത്. നമ്മുടെ ചെറിയ മാതിരിയുള്ള കുഞ്ഞു ഫ്രൂട്ട്സ്, കോളിഫ്ലവർ, നല്ല ഭംഗിയുണ്ടല്ലേ. സാധാരണ ഈ മരുഭൂമിയിലെ പച്ചയിൽ കോളിഫ്ലവറൊക്കെ കാണുമ്പോൾ നമുക്ക് നാടിനെ ഓർമ്മ വരുന്നത്. കിളി ചെറുതായിട്ട് കൂട് വെച്ചേക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് അതും നോട്ടീസ് ചെയ്തു ഞങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ടൊമാറ്റോ ഒക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടായി കാര്യമായിട്ട് ഗവേഷിച്ച് കാണുകയാണ്. നല്ല ക്യാബേജ് ഒരു നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫുള്ള് അടിപൊളി വൈബായിരുന്നു കേട്ടോ. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. ഒരു സൈഡ് ഫുള്ള് ഫാമും ഒരു സൈഡ് റിട്രീറ്റ് സെൻറ്ററും എല്ലാം കൂടെ ചേർന്ന് ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. എല്ലാവിധമായ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. കാർ പാർക്കിംഗ് ആയാലും, പ്ലേ ഗാർഡൻ ആയാലും, അല്ലെങ്കിൽ കിച്ചൺ ഫെസിലിറ്റീസ്. ഇപ്പം ട്രിപ്പിന് വരുമ്പോൾ നമുക്ക് കിച്ചൺ കുക്ക് ചെയ്യാനായാലും എല്ലാതും നല്ല അടിപൊളി വൈബാണ്. ചെറിയൊരു പ്ലെയിൻ കാണുമ്പോൾ നാട്ടിലോട്ട് പറഞ്ഞാലോ എന്നൊരു ഡൗട്ട്. ഞങ്ങളുടെ കൂടെ വന്ന വാവ അടിപൊളിയായിട്ട് സീസോ കളിക്കുകയാണ്. രാവിലെ നമുക്ക് ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ചിന് ശേഷമാണ് നമ്മൾ പോയത്. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ നിന്ന് വിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ഈ ഫാമിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അതിന് ശേഷമാണ് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങിയത്. നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷമാണെങ്കിൽ അഭിമാനിക്കാനൊക്കെ ഒരു വലിയ കാര്യം, നമ്മുടെ ഓണാശുപത്രിയിൽ 2 പേര് നമ്മുടെ ഇതാവുകയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പെപ്സി, കൊക്കോള ഒന്നും അകത്ത് കൊണ്ടുവരാൻ ഇല്ലില്ല.
ഇല്ലില്ല വീഴത്തില്ല. വാ വരട്ടെ. ഈ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗെയിം സെക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഗെയിം അറേഞ്ച് ചെയ്തത് എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവളുടെ അറേഞ്ച്മെൻറ്റ് നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഗെയിം തന്നെ നമ്മുടെ മിഡ് സെക്ഷൻ ബോയ്സിൻ്റെ ആയിരുന്നു. ബോളിൻ്റെ ഒരു ഗെയിമായിരുന്നു. ഫുൾ വെറൈറ്റി ഓഫ് ഗെയിംസ് ആയിരുന്നു. എല്ലാവർക്കും വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വല്ലവർക്ക് വേണ്ടി, കപ്പിൾസിന് വേണ്ടി എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. ഗെയിംസ് കളിക്കാനായാലും ടൈം സ്പെൻഡ് ചെയ്യാനായാലും എല്ലാത്തിനും നല്ല അടിപൊളി ഒരു വൈബായിരുന്നു. ഇങ്ങനെ ഇടയിൽ വരുന്ന ഒരു ട്രിപ്പാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ഉള്ള ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഫുൾ ടൈം ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആകെ കിട്ടുന്നത് ഒരു സൺഡേ ആണ്. അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ലെഷർ ട്രിപ്പൊക്കെ വരുന്നത്. അടിപൊളി രസമായിരുന്നു എന്തായാലും ഈ ട്രിപ്പ്. മ്യൂസിക് സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾ മൂവിയിൽ തുടങ്ങാം. ലാസ്റ്റ് ചാനൽ കണ്ടില്ലേ, അതാണ് നിങ്ങളുടെ എൻഡിങ് പോയിന്റ്. ഓക്കെ 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 1 2 3 മ്യൂസിക് ഇല്ലല്ലോ. റെഡിയാണോ? 3 സ്റ്റാർട്ട്. She start. Up 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 straight 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 straight. Yeah. Up 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 up. കയ്യിലൊന്നുമില്ല, ബലൂണില്ല. ഇത് ഭർത്താവ് ഭാര്യ മോശമല്ല കേട്ടോ. കൊണ്ടോ മിക്കവാറും ഒരാളാ ഇപ്പൊ കണ്ടാലോ. ഞാൻ ഉദ്ദേശിച്ച ആളെല്ലാം ഉണ്ടാവും.
ഈ ഫാമിൻ്റെ ബാക്ക് സൈഡിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. പിള്ളേർ അടിച്ചു പൊളിക്കാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഒരു വൈബ് കിട്ടിയപ്പോൾ തന്നെ അവരുടെ ലോകത്തിലേക്ക് മടങ്ങി. അതിന് ശേഷം ഞങ്ങൾ ഈവനിങ്ങിലേക്ക് ഫുഡ് വെക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറി. എന്താ സ്പെഷ്യൽ എന്നല്ലേ, കപ്പ പുഴുങ്ങിയത്, ഉണക്കമീൻ വറുത്തത്, കൊച്ചുള്ളിയും എല്ലാം ചേർത്ത് ചമ്മന്തി, അടിപൊളിയായിരുന്നു. അതിന് ശേഷമാണ് അടുത്ത ഗെയിം തുടങ്ങി. ഞങ്ങൾ Balla jadiyo balla jadiyi gudra jadiyadu sollata jadi on kanna pinilayan balla pillai kolla pillai malukete alla pille palle milla janam billa അച്ഛാ പഴക്കൊക്കെ നോക്കിയേ, എന്നാലേ പിടിക്കാനുള്ള ഇത് കിട്ടുള്ളൂ. അതാ നല്ലത് കേട്ടോ. ഒരു സൈഡ് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കും. നിങ്ങള് അപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നേ, അപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നേ. ഒരു സൈഡ് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കും. മ്യൂസിക് ഓഫായി പോയി. Ready? 1, 2, 3, start! നിങ്ങൾ നോക്കൂ, നിങ്ങളെ ക്യാപ്റ്റൻ നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. ആള് കൂടുതലുണ്ട്. പോന്നെ നിന്നോ ഓക്കെ അല്ലേ? 1, 2, 3. ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് രാത്രിയായി. ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. സമ്മാനദാനവും ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ആയിരുന്നു. നമ്മുടെ അതോറിറ്റീസാണ് പറയണത്. എല്ലാവർക്കും ഗിഫ്റ്റും പാർട്ടിസിപ്പേഷൻസിനുള്ള കോംപ്ലിമെൻറ്റ് പ്രൈസസ് ഒക്കെ വിതരണമായിരുന്നു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആഷിത ആൻഡ് സൺവി ഒക്കെ ആയിരുന്നു.
അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കളികളിലുമായിട്ടൊക്കെ ചിൽഡ്രൻസ് മുഴുകിയിരിക്കുകയാണ്. നൈറ്റിൽ കപ്പയൊക്കെ പുഴുങ്ങി കഴിച്ച് ലാസ്റ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ബൈ ബൈ പറയാനുള്ള സമയമായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. ഫോണിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാവ. ലാസ്റ്റ് സെൽഫി എടുത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ട്രിപ്പ് മോഡ് ഓഫിലേക്ക് പോയി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.